ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ പൊളിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് എത്തിക്കാണും. ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ കേസിന്റെ അപ്ഡേറ്റ് ഒന്നും വരാതായപ്പോൾ കുറേ കുട്ടികൾ ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ ഓണത്തിന്റെ തിരക്കുകൾ അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊന്നും കാര്യമായിട്ടുള്ളൊരു വ്യൂസ് ഇല്ല. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ആകെ 70 ദിവസമുള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ റിവിഷൻ സീരീസ് ഇനിയെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുറച്ച് പേര് റിവിഷൻ സീരീസിനെ പറ്റിയിട്ട് ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ഏതാണ്, അതിൻ്റെ അറ്റവും മുറിയും വാലും അറിയാതെ ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ എക്സ്പ്രസ് സീരീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസത്തോളമായി. നമ്മൾ ഓൾറെഡി ഒരു 10-14ഓളം ക്ലാസ്സുകൾ റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റിവിഷൻ സീരീസിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ അടുത്ത ആഴ്ച പഠിക്കാൻ, അതായത് ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ തരുന്നുണ്ടായിരിക്കും. അടുത്ത തിങ്കളാഴ്ച ഇന്ന വിഷയം നിങ്ങൾ പഠിച്ചിട്ട് വരണം, അടുത്ത തിങ്കളാഴ്ച ഹിസ്റ്ററിയിലെ ഇത്രാമത്തെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരണം, അടുത്ത ചൊവ്വാഴ്ച ഫിസിക്സിലെ ഈ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരണം, കെമിസ്ട്രിയിലെ ഈ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരണം. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് നേരത്തെ കൂടി ഷെഡ്യൂൾ തരുന്നുണ്ടായിരിക്കും. ഷെഡ്യൂളിലുള്ള പോലെ നിങ്ങൾ പഠിച്ചിട്ട് വരിക. അന്നേ ദിവസം രാവിലെ, ഇപ്പം തിങ്കളാഴ്ച രാവിലെ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നും 20 ചോദ്യങ്ങൾ നിങ്ങളുടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ തന്ന വിഷയത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക, തന്നെ ഇരുന്ന് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ അന്നേ ദിവസം വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലൈഡുകൾ, അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡാണ്. നമ്മുടെ ചാനൽ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ സ്ലൈഡുകളുടെ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് അന്നേ ദിവസം രാത്രി 9 മണിക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി 10-14 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. പല കുട്ടികളും ഇനി ജോയിൻ ചെയ്താൽ പ്രശ്നമാകുമോ, ഈ ക്ലാസ്സുകൾ ഗ്രൂപ്പ് ഡിക്ക് ഉപകാരപ്രദമാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ റിവിഷൻ സീരീസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയിൽവേ എക്സാംസിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ റിവിഷൻ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് മാത്രമല്ല, റെയിൽവേയിലെ ഏത് പരീക്ഷയ്ക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ആ എക്സാംസിനെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ റിവിഷൻ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് RPFന്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിലും ALP ആണെന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണെന്നുണ്ടെങ്കിലും NTPC എക്സാം ആണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഡി എക്സാം ആണെന്നുണ്ടെങ്കിലും ഈ എല്ലാ പരീക്ഷകൾക്കും മാത്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, GK പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണിത്. ആൻഡ് ഇത് റിവിഷൻ സീരീസ് ആണ്. ഈ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുന്നല്ല പറയുന്നത്. നമ്മൾ തരുന്ന ഷെഡ്യൂൾ പ്രകാരം പഠിച്ച് നല്ല കുട്ടികളായിട്ട് പഠിച്ച് ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കവർ ചെയ്ത് നമ്മുടെ കൂടെ ഈ സീരീസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ എവിടെയും പറയുന്നില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഇത് റിവിഷൻ സീരീസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ നല്ലപോലെ നമ്മുടെ കൂടെ റിവൈസ് ചെയ്യാൻ തയ്യാറായിട്ട് 70 ദിവസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമ്മുടെ കൂടെ ഫോളോ ചെയ്യുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് നമ്മുടെ ഒന്നാമത്തെ വീഡിയോ തൊട്ട് കാണുക. നമ്മുടെ ചാറ്റ് റൂമിനകത്ത് നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലുകളിൽ ഡെയിലി നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതുവരെ ഉള്ള 14 ക്ലാസ്സുകൾ നമ്മൾ ആഴ്ചയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ശനിയാഴ്ച സ്വന്തമായിട്ട് പഠിക്കാനുള്ള ദിവസമായിട്ട്, ഞായറാഴ്ച ടെസ്റ്റുകൾ എടുക്കുന്നതിനുള്ള ദിവസമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ 2 ദിവസങ്ങളിൽ നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ വീഡിയോസും അതിൻ്റെ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ സീരീസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മുറുകെ പിടിക്കാനായിട്ട് നോക്കുക. ഇത്രയും ഭാഗം ആമുഖമായിട്ട് പറഞ്ഞത് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഒരുപാട് ക്വയറീസ് നമ്മളെടുത്ത് ചോദിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനൽ രാവിലെ 9 മണിക്ക് പൊളിറ്റിയുടെ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. 20 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ തന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ, ഈ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. 20 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കാണും. അതിൻ്റെ ശരി ഉത്തരം ഏത്, തെറ്റുത്തരം ഏതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഈ സെഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ നോക്കും. അതിലൂടെ ഈ പറയുന്ന ഭാഗങ്ങളെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി റിവൈസ് ചെയ്ത് തരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മുടെ കൂടെ തന്നെ മുറുകെ പിടിച്ചിരുന്നോളാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് 10ഓളം ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിനകത്ത് തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം
അനുച്ഛേദം 29 അഥവാ ആർട്ടിക്കിൾ 29 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് എന്താണ് അല്ലെങ്കിൽ ഏത് അവകാശമാണ് ആർട്ടിക്കിൾ 29 നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തരുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത്? NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 29. അടുത്ത ചോദ്യം ആർട്ടിക്കിൾ 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞ ഈ റിവിഷൻ സീരീസ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസും അതിന്റെ സെഷൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 17 എന്താണ്? ഐത്തോച്ചാടനം അഥവാ അബോലിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഇത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം ഇതിന് മുന്നത്തെ SSC CGLന് 2022-23 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ CGL CHSL എന്ന് പറയുമ്പോൾ RRBയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുതലുള്ള എക്സാം എന്നാണ് പൊതുവിൽ ഉള്ള ധാരണ. അപ്പോൾ ആ എക്സാമിന് കൂടെ ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങൾ, ആ എക്സാമിനോട് ചോദിച്ചിട്ടുള്ള മാത്സിന്റെയും ഫിസിക്സിന്റെയും ഒക്കെ ചോദ്യങ്ങൾ നമ്മുടെ ഈ റിവിഷൻ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാം ഇത്തിരി കട്ടിയായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെ കോമ്പറ്റീഷൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം നിങ്ങൾ എത്ര പേര് ശരിയാക്കിയിട്ടുള്ള ഒന്ന് കമന്റ് ചെയ്യണം. ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, നിങ്ങളുടെ നോട്ടിനകത്ത് എഴുതി വെക്കുക. ഈ PDF നിങ്ങൾക്ക് ഇന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് തരുമ്പോൾ അതിനകത്ത് അടിവരയിട്ട് എഴുതി വെക്കുക. ഈ പോയിന്റ് വീണ്ടും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ നമ്മുടെ NTPC റിവിഷൻ സീരീസിനകത്ത് പലതും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ ആ വീഡിയോ കണ്ടതിന് ശേഷം എക്സാം എഴുതാൻ പോയിട്ട് സാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതും SSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓൺ 28 ജൂൺ 2021 ജൂൺ 28 സുപ്രീം കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽഡ് ദാറ്റ്, സുപ്രീം കോടതി പറയാണ്, ഹെൽഡ് ദാറ്റ് ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി have a right to reservation in promotion under Article 16(4) of the Constitution of India 1950 in the case of. അപ്പൊ ഏത് കോടതി വിധിയിലാണ് അല്ലെങ്കിൽ ഏത് കേസിന്റെ വിധിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, പേഴ്സൺസ് വിത്ത് PWBDക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർവേഷനുള്ള അവകാശമുണ്ട്. എന്തില്? പ്രൊമോഷനിൽ. ഏത് അനുച്ഛേദ പ്രകാരം? ആർട്ടിക്കിൾ 16 പ്രകാരം. അപ്പൊ ആർട്ടിക്കിൾ 16 പ്രകാരം റിസർവേഷൻ കിട്ടുന്നു പ്രൊമോഷനിൽ. ആർക്ക്? PWBDക്കാർക്ക്. ഇത് ഏത് കേസിലെ വിധിയാണ്? ഏത് കേസിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 വിധിയാണ്. 2022 23 SSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ് എന്ന് പറയുന്ന കേസിനകത്താണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. വളരെ സുപ്രധാനമായിട്ട് റീസെന്റ് നമ്മുടെ ഈ കേസുകളുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും റീസെന്റ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ഒരു കേസാണ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. മാൻഡമസ് എന്ന് പറയുന്ന റിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാൻഡമസ് റിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാൻഡമസ് റിറ്റ് എന്ന് പറഞ്ഞാൽ? ശരിയായി ഈ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ടു ഗെറ്റ് ദ ഗവൺമെന്റ് ബോഡി പെർഫോം ഇറ്റ്സ് ഡ്യൂട്ടീസ്. ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഇട്ട കോഡ് എന്താണ്? മാൻഡമസ്, മണ്ടന്മാരെ പണിയെടുക്കൂ. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ താഴെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാണ് മണ്ടന്മാരെ പണിയെടുക്കൂ. ടു ഗെറ്റ് എ ഗവൺമെന്റ് ബോഡി ടു പെർഫോം ഇറ്റ്സ് ഡ്യൂട്ടീസ്. ഒരു സർക്കാർ സ്ഥാപനത്തോട് അതിന്റെ കടമകൾ കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു അതോറിറ്റി പറയുന്ന ഒരു റിറ്റ് ആണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി which article of the Indian Constitution guarantees equality of opportunity in matters of public employment? അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെന്റിൽ, അതായത് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങളിലെല്ലാം ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം വേണമെന്ന് പറയുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 16 ശരിയാക്കി കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നാഷണൽ ഫ്ലാഗ്, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താനുള്ള സ്വാതന്ത്ര്യം ഏത് അനുച്ഛേദത്തിനകത്താണ് പറയുന്നത്? സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് തോന്നും. ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം കാണുമ്പോൾ ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതൊക്കെ ഡൗട്ടുകൾ വരും. പക്ഷേ അതിനാണ് മുൻകാല ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് നോക്കണം ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമായിരിക്കും. നിങ്ങൾക്ക് അറിയാം ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്ന്. പക്ഷേ ആ ചോദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത് നോക്ക്, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം, ഏത് അനുച്ഛേദ പ്രകാരമാണ്
പതാക ഉയർത്താനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 19, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഇസ് ഹൈക്കോർട്ട് ഇഷ്യൂ റിറ്റ് ഇൻ ഇന്ത്യ? ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ റിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആർട്ടിക്കിൾ വരുന്ന RPFSക്ക് ചോദിച്ച ചോദ്യമാണ്. ആർട്ടിക്കിൾ വരുന്ന ഏതാണ്? ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹൈക്കോടതികൾക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമുള്ളത്. ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 ഏതാണ്? 32 എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമാണ്. സുപ്രീം കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 226. ഹൈക്കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരത്തെ പറ്റിയിട്ട് നമ്മൾ ഹൈക്കോടതിയെ പറ്റി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും നോക്കി വെക്കുക. ഓക്കെ. ഇനി ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ പാർലമെന്റ് ഇൻ ദ ഇയർ. അപ്പോൾ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഏത് വർഷമാണ് പാർലമെന്റ് പാസ്സാക്കിയത്? NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഏത് വർഷമാണ്? 2009 പാസ്സാക്കിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ ഒരു മൗലിക അവകാശമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് വർഷമാണ്? 2002. ഇതാണ് മാറിപ്പോവാൻ സാധ്യത. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ അല്ലെങ്കിൽ ഏത് വർഷം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എത്രാമത്തെ വർഷമാണെന്നുള്ളതാണ് എൻ്റെ ഉത്തരം. എന്നാണ്? 2002. ഏത് ഭരണഘടനാ ഭേദഗതിയിലുള്ളതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇനി റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്, അപ്പൊ ആദ്യം ഭരണഘടനയ്ക്കകത്ത് അതിനെ ഒരു മൗലിക അവകാശമായിട്ട് കൂട്ടിച്ചേർത്തു. പിന്നീട് പാർലമെന്റ് ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു മൗലിക അവകാശമാണ്, അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു നിയമം പാസ്സാക്കി. ആ നിയമമാണ് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്. അതിന്റെ വർഷം 2009. ഓക്കെ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന്, മൗലിക അവകാശങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളും അതിന്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഭാഗത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. നമ്മൾ രാവിലെ തന്ന ചോദ്യങ്ങളെ ആൻസർ ചെയ്ത് കാണിച്ചു. ഇനി ആ ഭാഗത്തെ പറ്റി നമുക്കൊന്ന് പെട്ടെന്ന് പൊടി തട്ടിയെടുത്ത് നിങ്ങളുടെ ഓർമ്മയെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ 6 തരത്തിലുള്ള അവകാശങ്ങളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ്? ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. ആർട്ടിക്കിൾ വരുന്നത് 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ വരുന്നത് 14 മുതൽ 18 വരെയാണ്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെയാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ട് സംരക്ഷണം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളുടെ ഹനിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ 6 മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസിനകത്ത് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിനകത്തുള്ളതാണ്. ആർട്ടിക്കിൾസ് 12 മുതൽ 35 വരെയാണ് ആ ഭാഗത്തിനകത്തുള്ളത്. അതിൽ കൂടുതൽ അവകാശങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ഏത്? 14 മുതൽ 32 വരെയുള്ളത്. ഓക്കെ. അത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. സമത്വവും സ്വാതന്ത്ര്യവും ചൂഷണവും ഇല്ലാത്ത മതസംസ്കാര പരിപാലനം ഉറപ്പുവരുത്തുന്ന ഒരു നാടാണ് ഇന്ത്യ. സമത്വവും സ്വാതന്ത്ര്യവുമുള്ള, ചൂഷണവും ഇല്ലാത്ത മതസംസ്കാര പരിപാലനം ഉറപ്പുവരുത്തുന്ന നാട്. ഇപ്പൊ സമത്വം, റൈറ്റ് ടു ഈക്വാലിറ്റി. സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം. ചൂഷണം എന്ന് പറയുമ്പോൾ ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മതസംസ്കാരം, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പരിപാലനം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾ. ഓക്കെ. അപ്പൊ ഒറിജിനലി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ചോദ്യമായിട്ട് വരും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ് അതിലെ 7-ാമത്തെ മൗലിക അവകാശം? ഇന്നില്ലാത്ത മൗലിക അവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതൊരു മൗലിക അവകാശമായിരുന്നു. ഇന്നത് നിലവിലില്ല. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 ഈ പറയുന്ന സ്വത്തവകാശം എന്ന് പറയുന്ന മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും എടുത്തു മാറ്റി. പകരം അതിന് എവിടെ ആഡ് ചെയ്തു?
300A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് ആഡ് ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്, മൗലിക അവകാശമല്ല. ഓക്കെ, ലീഗൽ റൈറ്റ് എന്ന് പറയാം. ലീഗൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. മൗലിക അവകാശമല്ല. അപ്പൊ അത്രയും പോയിന്റ്സ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു. 6 തരത്തിലുള്ള അവകാശങ്ങളാണ് നിലവിലുള്ളത്. ഒറിജിനലി 7 അവകാശം ഉണ്ടായിരുന്നു. 7ാമത്തെ അവകാശമായിട്ടുണ്ടായിരുന്നത് സ്വത്തവകാശത്തിനുള്ള അവകാശമായിരുന്നു. അത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 978 എന്ത് ചെയ്തു? എടുത്തു മാറ്റി. എവിടെ നിന്ന് എടുത്തു മാറ്റി? ഭാഗം 3-ൽ നിന്ന് എടുത്തു മാറ്റി. എന്നിട്ട് എവിടെ കൊണ്ടിട്ടു? 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്ത് കൊണ്ടിട്ടു. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ അവകാശങ്ങളായിട്ട് നമുക്ക് നോക്കി പോവാം. ആദ്യത്തെ, അതിന് മുന്നേ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് നോക്കി വെക്കുക. ഗ്രാൻവിൽ ഓസ്റ്റിൻ, ഇദ്ദേഹത്തിന്റെ പുസ്തകം ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന് പറയുന്നത്. അപ്പം ഗ്രാൻവിൽ ഓസ്റ്റിന്റെ പുസ്തകത്തിന്റെ പേര് ചോദിക്കും. എന്താണ് പേര്? ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയൂ? ഹൈലൈറ്റ്സ് ദാറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് സെക്ഷൻ ഓഫ് നെഹ്റു റിപ്പോർട്ട് വാസ് എ ക്ലോസ് പ്രീകഴ്സർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നെഹ്റു റിപ്പോർട്ട് വന്ന വർഷം ഒന്ന് കമന്റ് ചെയ്യാവോ? അറിയാവുന്നവർ നെഹ്റു റിപ്പോർട്ട് വന്ന വർഷം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അറിയാവുന്ന കുട്ടികളൊന്ന് കമന്റ് ചെയ്യുക. നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നെഹ്റു റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നെഹ്റു റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനാണ് ഇന്ന് ഭരണഘടനയ്ക്കകത്ത് കാണുന്ന മൗലിക അവകാശങ്ങളോട് സാമ്യമുള്ളത് എന്ന് ആര് പറഞ്ഞു? ഗ്രാൻവിൽ ഓസ്റ്റിൻ പറഞ്ഞു. ഗ്രാൻവിൽ ഓസ്റ്റിൻ എവിടെ പറഞ്ഞു? ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുകയാണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ഒരു സയന്റിസ്റ്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി പറയാണ്, ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ വർഷം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ കാണുന്ന മൗലിക അവകാശങ്ങൾക്ക് ആ നെഹ്റു റിപ്പോർട്ടിനകത്തുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് ഒരുപാട് സാമ്യതകൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ഗ്രാൻവിൽ ഓസ്റ്റിൻ പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം 931 കറാച്ചി സെഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കി. ആരാണ് പാസ്സാക്കിയത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ 931 കറാച്ചി സെഷൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഫണ്ടമെന്റൽ റൈറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കി. മറ്റൊരു ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. 931 കറാച്ചി സെഷന്റെ അധ്യക്ഷൻ ആരാണ്? അറിയാവുന്ന കുട്ടികൾ കമന്റ് ചെയ്യുക. 931 കറാച്ചി സെഷന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ അസംബ്ലിയുടെ ക്ലാസ്സിനകത്ത് നമ്മൾ കണ്ടതാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടിരുന്നത്. എന്തിന്റെ അഡ്വൈസറി കമ്മിറ്റി? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരുന്നിരുന്ന വ്യക്തിയാണ് ആര്? JB കൃപലാനി. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരുന്ന വ്യക്തിയാണ് ആര്? JB കൃപലാനി. അപ്പൊ ഇതൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കും, തെറ്റുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അതിനകത്ത് ഇതൊക്കെ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തി തെറ്റാതെ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചു പോവുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് ആരാന്ന് ചോദിക്കും? BR അംബേദ്കർ ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അംബേദ്കർ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 32 ഊന്നിക്കൊണ്ടാണ്. ആർട്ടിക്കിൾ 32 പറ്റിയിട്ടാണ് അംബേദ്കർ കൂടുതലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത്. എന്നാൽ RRBയും SSCയും ഒക്കെ ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്ത പല പരീക്ഷകൾക്കും കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അംബേദ്കർ ഏത് ഭാഗത്തെ പറ്റിയിട്ടാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത്? ഓപ്ഷൻ A ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ B മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ C മൗലിക കടമകൾ, ഓപ്ഷൻ D പ്രിയാമ്പിൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? മൗലികാവകാശങ്ങളാണ്. ഓക്കെ, ഇനി ഇത് പാർട്ട് 3-ക്കകത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇരിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആയി കാണും. ഇത്രയും ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഓരോ അവകാശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 6 അവകാശങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി 14 തൊട്ട് 18 വരെ, ഫ്രീഡം 19 തൊട്ട് 22 വരെ,
റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ, ചൂഷണത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശങ്ങൾ എത്രയാണ്? 23, 24 വരുന്നു. റിലീജിയസ് ഫ്രീഡം അല്ലെ, 25, 26, 27, 28. എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നത്, ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. അപ്പം ഇത്രയുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. 6 തരത്തിലുള്ള അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം റൈറ്റ് ടു ഈക്വാലിറ്റി, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവകാശത്തിന്റെ കീഴിൽ വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യമല്ല, സമത്വം എന്ന് പറയുന്ന അവകാശത്തിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെ നോക്കാം. ആർട്ടിക്കിൾ 14, 15, 16, 17, 18 ഇത്രയും ആർട്ടിക്കിൾസ് ആണ് ഇവിടെ വരുന്നത്. 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ്. അതുപോലെ ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 14 പറയുന്നു ഈക്വാലിറ്റി ബിഫോർ ലോ, നോ വൺ ഈസ് എബവ് ലോ, ആരും നിയമത്തിന് മുകളിലുള്ളതല്ല. ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈക്വാലിറ്റി ബിഫോർ ലോ മാത്രമല്ല, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്, ഒരുപോലെയുള്ളവരെ ഒരുപോലെ തന്നെ നിയമത്തിന്റെ കണ്ണിൽ കാണണം. ആരും നിയമത്തിന് മുകളിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള, ഒരു ക്രൈം നടത്തിയിട്ടുള്ള, അത് പ്രൂവൺ ഗിൽറ്റി, അയാൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത് രാജാവാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിയാണെങ്കിലും MLA ആണെന്നുണ്ടെങ്കിലും MP ആണെന്നുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിലും അയാൾ നിയമത്തിന്റെ മുകളിലല്ല, അയാൾക്ക് ഒരേ ശിക്ഷയാണ് ഉള്ളത്. ഓക്കെ, അതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ നിയമങ്ങൾ ബാധകമാണ് എന്ന് പറയുന്നത്. ഓക്കെ, നോ വൺ ഈസ് എബവ് ലോ. രണ്ടാമത്തെ എന്താണ്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് പറയുമ്പോഴും അതിനകത്ത് നമുക്ക് ചില കൺസിഡറേഷൻസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കുട്ടി ഒരു കടയിൽ കയറി 5 വയസ്സോ 6 വയസ്സുള്ള ഒരു കുട്ടി ഒരു സംഭവം, ആ കുട്ടിക്ക് ഒരു പാവ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു മുട്ടായി ഇഷ്ടപ്പെട്ടു, അത് എടുത്തുകൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേ കുറ്റം 5 വയസ്സുള്ള ഒരു കുട്ടി ചെയ്ത അതേ കുറ്റം തന്നെ 25 വയസ്സുള്ള ഒരു യുവാവാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരെയും ഒരേപോലെ നിയമത്തിന്റെ കണ്ണിലൂടെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത് ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്, ഒരുപോലെയുള്ള, ഒരേ പ്രായം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഒരേ സാഹചര്യങ്ങളിലുള്ള ആളുകളെ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കുട്ടികൾ, സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അല്ലെ, ഈ പറഞ്ഞ പോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ കൺസിഡറേഷൻ ചില സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള അവകാശമാവുമ്പോഴും അവിടെ ഈ പറയുന്ന പോലെ ചില കൺസിഡറേഷൻസ് നമ്മൾ ചില ആളുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം നടത്താനായിട്ട് പാടില്ല, വേർതിരിവിന് പാടില്ല എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 15. ഇതും റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. ഈ പറയുന്ന കാര്യങ്ങളുടെ പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മനുഷ്യനെ വേർതിരിക്കാൻ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 ആക്ച്വലി ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 15 ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമായിട്ടുള്ള അവകാശമാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു ഫോറിനർക്ക് ആർട്ടിക്കിൾ 15 ലഭ്യമാവണമെന്ന് അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ 15 അവകാശപ്പെടാനായിട്ടുള്ള എന്തില്ല? പ്രൊവിഷൻ ഇല്ല. ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അപ്പൊ പൊതുസ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ നേടുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, ലിംഗത്തിന്റെ, ജന്മസ്ഥലത്തിന്റെ ഒക്കെ പേരിൽ ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിവിന് ഇടയാക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ. ആർട്ടിക്കിൾ 15ഉം 16ഉം 1ഉം 2ഉം വട്ടങ്ങളിൽ അങ്ങനെ പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഞാൻ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു സൂചന തരാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കേസുകളുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 16 വ്യക്തമായിട്ട് പറയുന്നുണ്ട് റിലീജിയന്റെ അടിസ്ഥാനത്തിൽ, കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, റേസിന്റെ, സെക്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം നടത്താനായിട്ട് പാടില്ല എന്ന് ആർട്ടിക്കിൾ 16 പറയുന്നുണ്ട്. ഇത് ഭരണഘടന നമുക്ക് അനുശാസിച്ചു തരുന്ന നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഭരണഘടന നിലവിൽ വന്ന ആദ്യ വർഷം തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. എങ്ങനെ? മദ്രാസിൽ ഈ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ അഡ്മിഷന്റെ ഭാഗമായിട്ട് പട്ടികജാതി പട്ടിക വിഭാഗത്തിനകത്തുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അവിടുത്തെ സർക്കാർ, സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണെന്ന്, മദ്രാസ് നമ്മുടെ കേരള സർക്കാർ ഒന്നും അന്ന് ഫോം ചെയ്തിട്ടില്ല, കേരള സ്റ്റേറ്റ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് ചെമ്പകം ദൊരൈരാജൻ എന്ന് പറഞ്ഞ ഒരു കേസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്. എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ പറയുന്ന പോലെ കോടതിയിൽ ചെന്ന് പറയുകയാണ്, ആർട്ടിക്കിൾ 15ഉം 16ഉം പറയുന്നത് ജാതിയുടെ, ലിംഗത്തിന്റെ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ്? ഇന്ന ആള് ഇന്ന ഒരു ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു? അവിടെ റിസർവേഷൻ, അവിടെ സംവരണം അനുവദിക്കുന്നു. ഇത് എൻ്റെ ഭരണഘടനയിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, എനിക്ക് അനുശാസിച്ച് തന്നിട്ടുള്ള
ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പറയുന്നു. സുപ്രീം കോടതി കേസ് പോയപ്പോൾ സുപ്രീം കോടതി അത് ശരിവെച്ചു. കാരണം സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജാതി മത ലിംഗ വർഗ ഭേദമന്യേ മനുഷ്യന് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ പോലെ വേർതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സംവരണം നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നെഹ്റു ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. നെഹ്റു ഗവൺമെന്റ് പറയുന്നു, ഇത്തരത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ PWBD ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില പ്രൊവിഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അവരുടെ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലും അവരുടെ പൊതു ഇടങ്ങളിലാണെങ്കിലും അവർക്ക് റിസർവേഷൻ, സംവരണം ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. സ്ത്രീകൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടുന്ന പോലെ പാർക്കിംഗ് ഏരിയ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാർക്കിംഗ് ഏരിയ കൊടുക്കുന്ന പോലെ അവർക്ക് വേണ്ടിയിട്ട് ബസ്സുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും സെപ്പറേറ്റ് സീറ്റുകൾ കൊടുക്കുന്ന പോലെയുള്ള അതൊന്നും എന്തല്ല, ഈ പറയുന്ന തുല്യതയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അല്ല എന്ന് വരുത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഭരണഘടന ഭേദഗതി വരുത്തുന്നു. അപ്പോൾ അതുകൂടെ നിങ്ങളിവിടെ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 15, 16, 17 എന്താണ് പറയുന്നത്? 17 അൺടച്ചബിലിറ്റി. It eradicates untouchability and criminalizes its practice, ensuring dignity and equality for all citizens. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ ഭൂതകാലത്തെ ഓർത്തുകൊണ്ട് അയിത്തോച്ചാടനം, അല്ലെ, അയിത്തം എന്ന് പറയുന്ന വല്ലാത്ത ഒരു ഉച്ചനീചത്വം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സമയത്ത് അതിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ അൺടച്ചബിലിറ്റി ഇന്ന് പാലിക്കുന്നത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും കർശനമായ ശിക്ഷ നടപ്പിലാക്കുകയും വേണമെന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. ആൻഡ് അടുത്ത ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? അബോളിഷസ് ഹെറിഡിറ്ററി ഓർ ഓണറിഫിക് ടൈറ്റിൽസ് ദാറ്റ് പെർപച്വേറ്റ് ഇൻഇക്വാലിറ്റി ഓർ സോഷ്യൽ ഹൈറാർക്കീസ്. അപ്പം പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ രാജാവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ രാജരാജ, മഹാരാജ, മഹാരാജാതിരാജ, ബഹദൂർ, രാജബഹദൂർ തുടങ്ങിയ ഒരുപാട് പട്ടങ്ങൾ ആളുകളുടെ, അതായത് ആ രാജാക്കന്മാരുടെ പിൻതലമുറക്കാരാണ് എന്നുള്ള ഒരു ഇതിന്റെ പുറത്ത് അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ പേരിന്റെ അറ്റത്ത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ടൈറ്റിൽസ് വെക്കുമായിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽസിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു, അബോളിഷ് ചെയ്യുന്നു ആർട്ടിക്കിൾ 18. അത്തരത്തിലുള്ള ടൈറ്റിലുകൾ, പട്ടങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അത് അക്കാഡമിക്കലി വാങ്ങിയിട്ടുള്ള ടൈറ്റിൽസ് ആയിരിക്കണം. നിങ്ങൾ ഒരു PhD നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കാം. നിങ്ങൾ ഒരു MBBS ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കാം, അല്ലെ? അത് ഒരു അക്കാഡമിക് ടൈറ്റിലാണ്. അല്ലെങ്കിൽ പത്മശ്രീ, പത്മവിഭൂഷൺ പോലെയുള്ള പുരസ്കാരങ്ങൾ നൽകി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ രാജ്യം ആദരിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈറ്റിൽസ് യൂസ് ചെയ്യാം. അത് അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററിയിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേണൽ എന്നോ അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്നുള്ള പദവികളൊക്കെ യൂസ് ചെയ്യാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടൈറ്റിലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള കുട്ടികളായിരിക്കും. അതിന്റെ സാധ്യതകൾ, അതുമായിട്ട് അനുബന്ധ ഫാക്റ്റുകളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിനുള്ള നിങ്ങളുടെ ഓർമ്മയെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന അവകാശത്തിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ആദ്യത്തെ റൈറ്റ് ആർട്ടിക്കിൾ 19, പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 നിങ്ങൾക്ക് 6 മൗലിക അവകാശങ്ങൾ കൂടെ തരുന്നുണ്ട്. എന്തൊക്കെയാണത്? സ്പീച്ച്, സംസാരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. അസംബ്ലി, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നിച്ചു കൂടാനുള്ള അവകാശം. ഓർഗനൈസ്, നിങ്ങൾക്ക് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം. ട്രാവൽ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം. റിസൈഡ്, നിങ്ങൾക്കൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനുള്ള അവകാശം. വർക്ക്, നിങ്ങൾക്കൊരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ള അവകാശം. ഇതും ഇന്ത്യൻ പൗരന് മാത്രം ഉള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 15 ഇന്ത്യൻ പൗരനുള്ളതാണ്, ആർട്ടിക്കിൾ 16 ഇന്ത്യൻ പൗരനുള്ളതാണ്, ആർട്ടിക്കിൾ 19 ഇന്ത്യൻ പൗരന് മാത്രം അവകാശമായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള അവകാശമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിനകത്ത് കുട്ടികളടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആർട്ടിക്കിൾ 19ന്റെ കീഴിലുള്ള ഈ 6 അവകാശങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ആളെ. അപ്പോൾ അതിനൊരു കഥ പോലെ ഓർത്തിരിക്കുക. ഞാനൊരു കഥ പറയുന്നു, അപ്പോൾ കഥ പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം, അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, സ്പീച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം ഞാനൊരു കഥ പറയുന്നു, കഥ കേട്ട് നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്ന പോലെ എൻ്റെ കൂടെ ഒന്നിച്ചുകൂടി. അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി അസംബിൾ ചെയ്തു. അങ്ങനെ കഥ പറഞ്ഞ ഞാനും കഥ കേൾക്കാൻ വന്ന നിങ്ങളും എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു സംഘടന രൂപീകരിച്ചു, ഓർഗനൈസ് ചെയ്തു. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റ സുഹൃത്തുക്കളായപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെമ്പാടും നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കൊള്ളാവുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്കിനി ഇന്ന് ഇവിടെ കൂടാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശം. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് മാത്രം പാടില്ല, ഡെയിലി ഞം അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. ഇങ്ങനെ 6 അവകാശങ്ങൾ ആർട്ടിക്കിൾ 19 നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ ഒരു കഥ പോലെ ഓർത്ത് വെക്കുക. എല്ലാത്തിനും കോഡുകളാകുമ്പോൾ കോഡുകളും കൺഫ്യൂഷൻ ആവും. കഥ
അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാനായിട്ട് നോക്കുക. ഇതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 20 രണ്ടാമത്തെ, നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ. എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെ, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഉള്ള അവകാശമുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ അജ്മൽ കസബിനെ പോലും നിയമവാഴ്ചയുടെ ആ ന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ പ്രോസസ്സുകളിലൂടെയും കടന്നു പോയിട്ട് തൂക്കിലേറ്റിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പല ആളുകൾക്കും അത് പറയുമ്പോൾ ഒരു ഈർഷ്യയാണ്, ഒരു ദേഷ്യമാണ്. പക്ഷെ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം അത്രയും എല്ലാവർക്കും അവരവരുടെ ഭാഗം എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാവരും പാലിക്കേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് പൊളിറ്റി പഠിക്കുന്ന എല്ലാ കുട്ടികളും അതിൻ്റെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന്. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡബിൾ ജിയപ്പാർഡി, സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് ലിമിറ്റ് ഓൺ പെനാലിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 നമുക്ക് എന്ത് ചെയ്യുന്നത്, സംരക്ഷണം തരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനൊരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അതിന് കുറ്റകൃത്യമാണെന്ന് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയോ ഇന്ത്യയിലെ നിയമ സംവിധാനമോ നിർവചിച്ചിട്ടില്ല. ഞാനൊരു കർത്തവ്യം ചെയ്തു അല്ലെങ്കിൽ ഞാനൊരു കൃത്യം ചെയ്തു. ആ ചെയ്ത കൃത്യം ഒരു കുറ്റമാണെന്ന് ഞാൻ ആ കൃത്യം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിനകത്തോ എന്തെങ്കിലും ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെ പിന്നീട് ഞാൻ ആ കൃത്യം ചെയ്തതിന് ശേഷം അത് കുറ്റകരമായി മാറുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ ആ ശിക്ഷ അല്ലെങ്കിൽ ഞാൻ ആ കൃത്യം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ അത് ഇല്ലീഗൽ അല്ല, നിയമവിരുദ്ധമല്ല. ഓക്കെ, ഇത് ക്രിമിനൽ കേസുകൾക്കാണ് ബാധകം. എന്ത് കേസിന് ബാധകമല്ല? സിവിൽ കേസുകൾക്ക് ബാധകമല്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഡബിൾ ജേപ്പാടി എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റത്തിന് ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ഒരേ കുറ്റത്തിന് ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരാളെ കൊന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ അയാളെ വീണ്ടും അതേ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അയാൾ വേറെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ കൊന്നതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഒരു വ്യക്തി എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ വധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും എന്നെ വന്നിട്ട് വീണ്ടും നീ എക്സിനെ കൊന്നവനല്ലേ അകത്ത് പോയി കിടക്കുക എന്ന് പറയാനായിട്ട് പറ്റില്ല. മനസ്സിലായില്ലേ? ഓക്കെ, സെൽഫ് ഇൻക്രിമിനേഷൻ, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ സ്റ്റേഷനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ സ്റ്റേഷനിൽ ഞാൻ കുറ്റസംഭവം നടത്തിയാലും അതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ എന്നെ ഹാജരാക്കുന്ന സമയത്ത് എനിക്ക് തള്ളിപ്പറയാം. എനിക്കെതിരെയായിട്ട് മൊഴി കൊടുക്കാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷെ അവിടെയും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ DNA സാമ്പിൾ കളക്ട് ചെയ്യുന്ന കേസിൽ, എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന കേസിലൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സമ്മതം. കാരണം എന്നെ ഈ പറയുന്ന സസ്പെക്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് എൻ്റെ DNA സാമ്പിളോ എൻ്റെ സലൈവ ടെസ്റ്റോ അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റോ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് കൊടുത്ത് എന്ത് ചെയ്യുക, ആ സീനിൽ നിന്ന് വിടുക. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് കുറ്റം ചെയ്തിട്ട് ഞാൻ എൻ്റെ DNA ഞാൻ തരില്ല, എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായുള്ള കേസല്ല. ഓക്കെ, ലിമിറ്റ് ഓൺ പെനാലിറ്റി കൂട്ടാനുള്ള വകുപ്പില്ല. ഞാനൊരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ കുറ്റകൃത്യത്തിന് അന്ന് എന്ത് ശിക്ഷയാണോ ഉള്ളത് ആ ശിക്ഷയെ ഞാൻ അനുഭവിക്കേണ്ട കാര്യമുള്ളൂ. പിന്നീട് അതിനെ വധശിക്ഷ ആക്കി കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല, തൂക്കിക്കൊല്ലാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 20 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം തരുന്നത്. ആൻഡ് ഇത് മൗലിക അവകാശമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ ഫോർഫാദേഴ്സ്, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അവർ എന്തുമാത്രം ചിന്തിച്ച് കാണുന്ന ആലോചിക്കുക. ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്ന ഓരോ കുറ്റവാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി പോലും അവർ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെ, അതായത് അനാവശ്യമായിട്ട് അവൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും നമ്മുടെ ഈ പറഞ്ഞ പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആ വലിയ തത്വമൊക്കെ അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തത്വങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയുടെ, ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം എന്ന അർത്ഥത്തിലല്ല. ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവൺമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ
സംഘടനകളെയും എല്ലാ സംവിധാനങ്ങളെയും ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു അംബ്രല ടേമിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് സേസ് ദാറ്റ് നോ വൺ ക്യാൻ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ഓർ ഹെർ ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം വഴിയല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവൻ എടുക്കാനായിട്ട് ഈ പറയുന്ന പോലെ ആർക്കും അവകാശമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ മൂല്യങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ, നമ്മുടെ മോറൽ കോമ്പസ്, എത്തിക്സ് ഒക്കെ വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചോദിക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എത്തിക്കൽ ഡിലൈമയൊക്കെ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിയമം വഴി നമുക്കൊരാളുടെ ജീവൻ എടുക്കാൻ പറ്റുമോ? പറ്റും. നിയമം വഴി അല്ലാതെ ആർക്കും എടുക്കാൻ പറ്റില്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 21 അപ്പം മറിച്ചും പറയുന്നുണ്ട്, നിയമം വഴി വേണമെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ആരാണ് മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം മറ്റെന്തെങ്കിലും ഒരു എൻറ്റിറ്റിക്ക്, അതൊരു സർക്കാർ ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് ആരാണ് അത് പകർത്തു കൊടുക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം അപ്പുറത്തുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് നോ വൺ ക്യാൻ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ഓർ ഹെർ ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ ആണല്ലോ. ആർട്ടിക്കിൾ 21 കൂടെ ചേർത്ത് വായിക്കുന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട മൗലികമായിട്ടുള്ള അവകാശമാണ് അത്. ജീവൻ, റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, അതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ട അവകാശമാണെന്നാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ്. 2002 ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം ലഭിക്കണം. അത് ആ കുട്ടിയുടെ മൗലികമായിട്ടുള്ള അവകാശമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തു. ഭേദഗതി 86 വർഷം 2002. കൃത്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പോൾ നോ പേഴ്സൺ who is arrested shall be detained in custody without being informed. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറസ്റ്റിംഗ് അതോറിറ്റി, അത് ആരാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്, അവർ അത് എന്നെ ബോധ്യപ്പെടുത്തണം. As soon as may be of the grounds for such arrest, nor shall be denied the right to consult and to be defended by a legal practitioner of his choice. അപ്പോൾ എന്നെ ഒന്നല്ലെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഗം കേൾക്കാനായിട്ടുള്ള ഒരു വക്കീലിനെ ഹാജരാക്കേണ്ട ഉത്തരവാദിത്തം, എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം, 24 മണിക്കൂറിന് ഉള്ളിൽ എന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്ന ആർട്ടിക്കിൾ 22 ആണ്. അപ്പോൾ തോന്നിയ പോലെ അറസ്റ്റ് ചെയ്യാനോ എന്നെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമൊന്നും സ്റ്റേറ്റിനില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്താണ് ആർട്ടിക്കിൾ 22. ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. UAPA പോലെയുള്ള ആ ആക്ടുകൾ വഴി അറസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യേണ്ട, അവരുടെ അടുത്ത് കാരണം പറയേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയും ലിമിറ്റേഷൻസും ഉണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ഭാഗത്ത് സ്റ്റേറ്റിന് 3 മാസത്തേക്ക് കൂടുതൽ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള അവകാശമൊന്നും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ അവിടെയും റിലാക്സേഷൻസും ഉണ്ട്. ഈ പറഞ്ഞ UAPAയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നിയമം വഴി ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം പോലും പറയാതെ ഡീറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന് മാത്രം അവകാശമുള്ള ഒന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞതിൽ 15, 16 ഇന്ത്യൻ പൗരന് മാത്രമായിട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, അടുത്ത അവകാശം എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശമാണ്. ഇത് ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾ 23 പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫോഴ്സ്ഡ് ലേബർ, കൂലി കൊടുക്കാതെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 24 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുട്ടികളെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒന്നും ഹസാഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷനിൽ, ഫാക്ടറികളിലോ മൈനുകളിലോ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക. ഇതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവകാശമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിൾ നോക്കുക, ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്, ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉള്ള മതസ്വാതന്ത്ര്യമാണ്, വ്യക്തിഗത മതസ്വാതന്ത്ര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആർട്ടിക്കിൾ 25 പറയുന്നത് എന്താണ്, ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ. ഒരു വ്യക്തിക്ക് ഒരു മതത്തെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പറയാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡറിനെ, അതായത് ഈ പറയുന്ന സമൂഹത്തിലുള്ള ഓർഡർ,
എന്താ പറയുക, സമൂഹത്തിൽ ഈ പറഞ്ഞ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇടപഴകാനായിട്ട് പാടില്ല. മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ആരോഗ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഭംഗം വരാത്ത രീതിയിൽ ഒരു വ്യക്തി അയാളുടെ മതം, അയാളുടെ ഇഷ്ടപ്പെട്ട മതം എന്ത് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിക്ക് മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശവും അടങ്ങിയിരിക്കുന്നത് ആർട്ടിക്കിൾ 25-നകത്താണ്. മതവിശ്വാസി അല്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇത് പറയുന്നുണ്ട് എന്ന് സുപ്രീം കോടതി പല കേസുകളിലായിട്ടും പരാമർശം നടത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 എന്താണ് അപ്പോൾ പറയുന്നത്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അപ്പോൾ ആർട്ടിക്കിൾ 25 വ്യക്തിക്ക് ഉള്ള മതസ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 26 ഒരു കൂട്ടത്തിനുള്ള മതസ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു കൂട്ടത്തിന്റെ. അപ്പോൾ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇന്ത്യൻ ഭരണഘടന അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റി നമ്മുടെ കോടതിയൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് subject to public order, morality and health with every religious denomination or any section thereof shall have the right to establish and maintain institutions for religious and charitable purposes. മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്, ചാരിറ്റി ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ ഇത്തരത്തിലുള്ള റിലീജിയസ് ഡിനോമിനേഷൻസിന് അവകാശമുണ്ട്. ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ, അവരുടെ റിലീജിയൻ, അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള, അതിന്റെ അഫയേഴ്സ് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ പറഞ്ഞ പോലെ ബിഷപ്പുമാരുടെ ഇടയലേഖനം എന്ന് പറയുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ പല കമ്മ്യൂണിറ്റീസും പല റിലീജിയൻസും എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള അവരുടെ അഫയേഴ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി, അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി അവർക്ക് തന്നെ എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സബ്ജക്റ്റ് ടു എന്താണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അടുത്തെന്താണ്, ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സ്വത്തവകാശം എന്ന് പറയുന്നത് ഈ പറയുന്ന റിലീജിയസ് ഡിനോമിനേഷൻസിനുള്ള സ്വത്തവകാശം എന്ന് പറയുന്നത്. ടു അഡ്മിനിസ്ട്രേറ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ, നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയെ നേരെ ചൊവ്വെ മോണിറ്റർ ചെയ്യാനുള്ള അവകാശവും ആർട്ടിക്കിൾ 25 പറഞ്ഞു തരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 26 നമുക്ക് ഈ റിലീജിയസ് ഡിനോമിനേഷൻസിന് കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 26 പല തവണകളായിട്ട് കേസിൽ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, ശബരിമല കേസിനകത്ത് ആർട്ടിക്കിൾ 14 വേഴ്സസ് ആർട്ടിക്കിൾ 25 അല്ലെങ്കിൽ 26 അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന വിഭാഗം പറയുന്നത് ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അത് പാടില്ല, അത് ആചാരത്തിന്റെ ലംഘനമാണെന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു സൈഡിൽ പറയുന്ന ആർട്ടിക്കിൾ 14 തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശമാണ്. അവിടെ പറയുന്നത് ജാതി മത ലിംഗഭേദമന്യേ എന്ത് ചെയ്യണം, എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള അവകാശം ഒരു സൈഡിൽ, ഒരു മത ഗ്രൂപ്പിന്റെ, റിലീജിയസ് ഗ്രൂപ്പിന്റെ അവകാശം ഒരു സൈഡിൽ. ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ശബരിമല കേസിൽ നമ്മൾ സുപ്രീം കോടതിയിൽ കാണാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് അതിന്റെ വേർഡിക്റ്റ് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, നിങ്ങൾക്ക് തന്നെ വായിക്കാം, നിങ്ങൾക്ക് തന്നെ അതിലെന്താണ് ഓരോ ജഡ്ജിമാരുടെയും പ്രസ്താവന എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി പിന്നെയും ആ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു റിലീജിയസ് സെക്ഷന്റെ അവകാശം, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ എഫ്ഐആർ ആണ്, ഇത് ഞങ്ങളുടെ എന്താണ് എസെൻഷ്യൽ ഡോക്ട്രിൻ ഓഫ് എസെൻഷ്യാലിറ്റി എന്ന് പറയും. പൊളിറ്റിക്കൽ സയൻസിലൊരു ടേമാണ് ഡോക്ട്രിൻ ഓഫ് എസെൻഷ്യാലിറ്റി. ഇപ്പോൾ ഈ പറയുന്ന കർണാടകയിൽ ഹിജാബിൻ്റെ ഇഷ്യൂ നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഹൈക്കോടതി നോക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഹിജാബ് എന്ന് പറയുന്നത് ഈ മതം ആചരിക്കുന്നവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അതിനെ എതിർക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ആ മതത്തിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ നിരീക്ഷണങ്ങൾ കോടതികൾ പലപ്പോഴായിട്ട് നമുക്ക് നടത്തി കാണാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 26 കീഴിൽ വരുന്നതാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ സൈഡിൽ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 27 എന്താണ് പറയുന്നത്? ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങിക്കാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ടോ, ഡയറക്റ്റ് ടാക്സ് ആയിട്ടോ, ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടോ, GST ആയിട്ടോ, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്നോ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ പൈസ സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 27 പറയുന്നു. അപ്പോൾ കാരണം ഈ പൈസ കളക്ട് ചെയ്യുന്നത് എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ മതത്തിൽ നിന്നും, എല്ലാ റേസിൽ നിന്നും, എല്ലാ ലിംഗത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ആ പൈസ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് പാടില്ല എന്ന് ആർട്ടിക്കിൾ 27 പറയുന്നു. ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള
ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്വന്തമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ എത്തരത്തിലുള്ള റിലീജിയസ് വേർഷിപ്പിനുള്ള ഈ പറഞ്ഞ പോലെ മതം അല്ലെങ്കിൽ അത് ആരാധനയ്ക്കുള്ള അവകാശം എങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 28. അതായത് ഇപ്പം ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ, ഒരു റിലീജിയസ് ഡിനോമിനേഷൻ്റെ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ അത് കൊണ്ടുവരാനുള്ള അവകാശം അവർക്കുണ്ടോ, അവിടെ പഠിക്കുന്ന കുട്ടികൾ അത് പാലിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 28. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഭാഗത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ഓൾറെഡി ഒരു ചോദ്യം മുന്നേ കണ്ടതാണ്. ആർട്ടിക്കിൾ 30 എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അതിൻ്റെ ഭരണ നിർവഹണത്തിൽ ആകാനുമുള്ള അവകാശമുണ്ടെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 29, 30 ഇത് രണ്ടും ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ട അവകാശമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പം ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 ഇതെല്ലാം തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32 എന്ന് പറയുന്നത് എന്താണ്? റെമഡി ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും, നേരത്തെ പറഞ്ഞിട്ടുള്ള 5 അവകാശങ്ങൾ അല്ലേ, ഈക്വാലിറ്റി, ഫ്രീഡം, അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലീജിയസ് അവകാശങ്ങൾ, എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്, ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോവുക എന്ന് പറയുന്ന ഒരു സംഭവം വേണം. അല്ലെങ്കിൽ ആരുടെ അടുത്ത് നമ്മൾ പോവും? ഈ പറഞ്ഞ എൻ്റെ അവകാശം ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് പരാതി പറയും? അപ്പോൾ അത് കോടതിയിലാണ് നമ്മൾ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൗലിക അവകാശങ്ങൾ നമ്മുടെ ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ നമുക്ക് പോവാമെന്ന് പറയുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 32. ആൻഡ് ആ അവകാശം ആ അവകാശം തന്നെ എന്താണ്? ഒരു മൗലിക അവകാശമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്ത ആളുകളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ 5 അവകാശങ്ങൾ ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. ഓക്കെ, അപ്പോൾ ഈ കോടതിയിൽ പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെ നിങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാനായിട്ട് ഒരു സ്റ്റേറ്റിനും അത് സാധിക്കില്ല എന്ന് ആർട്ടിക്കിൾ 32 പറഞ്ഞു വെക്കുന്നു. ഓക്കെ, 32A, 33, 34, 35 ആർട്ടിക്കിൾസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ വരാത്ത ഒരു ഏരിയയാണത്. ഈ 32-നകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്ന ഒരു 5 റിറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് 5 റിറ്റുകളിലൂടെയാണ് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, സെർഷ്യറി, പ്രൊഹിബിഷൻ, മാൻഡമസ്, ക്വാ വാറന്റോ എന്നിങ്ങനെയുള്ളവയാണ് ആ 5 റിറ്റുകൾ. ആ 5 റിറ്റുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ദ ബോഡി ഓഫ്, അല്ലേ? ഈ ഒളിച്ചോടുന്ന കേസുകളിലെല്ലാം ഹേബിയസ് കോർപ്പസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പെൺകുട്ടീനെ സെക്കൻഡ് കൂടെ ഒളിച്ചോടി പോയി, അപ്പോൾ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്തിട്ട് പറയാണ്, പെൺകുട്ടിയുടെ വീട്ടുകാർ പറയാണ് അവൻ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ ആ പയ്യൻ്റെ അടുത്ത് പറയാണ് ടു ഹാവ് ദ ബോഡി ഓഫ്. ആ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ വെച്ച് ആ പെൺകുട്ടി പറയാണ് ഞാൻ ഇവൻ്റെ കൂടെ സ്വമേധയെ ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് അകത്തിടും. അപ്പോൾ അതാണ് ഹേബിയസ് കോർപ്പസിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ബോത്ത് പബ്ലിക് അതോറിറ്റീസ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു പോലീസുകാരനാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയെന്നുണ്ടെങ്കിൽ അത് പോലീസിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് പബ്ലിക് അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും, ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ ഈ ഒളിച്ചോട്ട കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് അഗെയിൻസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മാൻഡമസ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്ക് കണ്ടതാണ് ഓൾറെഡി. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ബി കമാൻഡ്. എന്താണ് കമാൻഡ് ചെയ്യുന്നത്? മണ്ടന്മാരെ പണിയെടുക്കൂ എന്നാണ് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഒരു സ്വകാര്യ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടോ മാൻഡമസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. മേൽക്കോടതിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. മേൽക്കോടതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഇത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോടതി ആക്ടിംഗ് ഇൻ ജുഡീഷ്യൽ കപ്പാസിറ്റി. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു കോർപ്പറേഷൻ്റെ അടുത്ത്, ഒരു ലോവർ കോർട്ടിൻ്റെ അടുത്ത്, ഒരു പബ്ലിക് അതോറിറ്റിയുടെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റിയുടെ അടുത്ത് ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് പറയുന്നു. അതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പം ഒരു മേൽക്കോടതി കീഴ്ക്കോടതിയുടെ അടുത്ത് ഒരു പണി ചെയ്യാനായിട്ട് പറയുന്നതിനാണ് നമ്മൾ മാൻഡമസ് എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ടു ഫോർബിഡ്, നീ അത് ചെയ്യരുതടാ എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ. ഇതും മേൽക്കോടതി കീഴ്ക്കോടതികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതും ജുഡീഷ്യൽ നീതിന്യായ വ്യവസ്ഥയോ അർദ്ധനീതിന്യായ വ്യവസ്ഥാ സ്ഥാപനങ്ങളിലോ ആണ് ഇത്തരത്തിലുള്ള പ്രൊഹിബിഷനും നടപ്പിലാക്കി പോകുന്നത്.
സെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർഷ്യറി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്. അതും ഈ പറഞ്ഞ പോലെ ഒരു കോടതി, ഒരു ലോവർ കോടതിയുടെ അടുത്തോ ഒരു ട്രൈബ്യൂണലിന്റെ അടുത്തോ പറയുന്ന കാര്യമാണ്. ആ ട്രൈബ്യൂണലിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ ലോവർ കീഴ്ക്കോടതിയുടെ കയ്യിലോ അവരുടെ മുൻപാകെ നിലവിൽ നിൽക്കുന്ന ഒരു കേസിനെ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ കേസിനെ തള്ളിക്കളയും. നീ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നീ ഒന്നല്ലെങ്കിൽ ആ കേസ് തള്ളിക്കള, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങ് താ, ഞാനത് തീർപ്പാക്കി തരാമെന്ന് ഒരു മേൽക്കോടതി ഒരു കീഴ്ക്കോടതിയുടെ അടുത്ത് പറയുന്നതാണ് സെർഷ്യറി എന്ന് പറയുന്നത്. ഇനി ക്വാ വാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. എന്ത് അവകാശത്തിന്റെ പുറത്താണ് നീ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് കോടതിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ലീഗാലിറ്റി ഓഫ് ക്ലെയിം ഓഫ് എ പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. ഒരു പൊതുസ്ഥാപനത്തിൽ ഒരു വ്യക്തി കയറിയിരിക്കുമ്പോൾ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കയറിയിരിക്കുന്നത്, നിനക്ക് അവിടെ കയറിയിരിക്കാനുള്ള അവകാശം എന്ത് എന്ന് ഒരു കോടതി ആ ഒരു എൻറ്റിറ്റിയോട്, ആ ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ് ക്വാ വാറന്റോ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആർക്ക് എഗെയിൻസ്റ്റ് ആണ്, ആരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് പഠിച്ചു പോവുക. ക്വാ വാറന്റ് ഫോർ എക്സാമ്പിൾ ഒരു മന്ത്രിയുടെ അടുത്ത് ഒരു കോടതിക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. താൻ എന്തൊരു മന്ത്രിയാണ്, താൻ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത് എന്ന് ഒരിക്കലും ഒരു കോടതിയുടെ അടുത്ത് കോടതിക്ക് ചോദിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഓഫീസിൽ കയറിയിട്ട്, അല്ലെ, ഇപ്പൊ മണവാളന്റെ ഓഫീസിൽ ഒരിക്കലും കയറിയിട്ട് മണവാളന്റെ അടുത്ത് കോടതിക്ക് ചോദിക്കാൻ പറ്റില്ല, മണവാളൻ താൻ എങ്ങനെയാണ് ഇതിന്റെ സിഇഒ എന്ന് ചോദിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ചോദ്യങ്ങളുടെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് ഒരു കേസിന്റെ ഹിസ്റ്ററി കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ കേസുകൾ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു പോവുക. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഈ കേസുകൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് തരും. ഇതിനകത്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആണ്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് ഡയറക്റ്റീവ് DPSP ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്? ക്ഷേമരാജ്യം എന്ന് പറയുന്ന ആശയം, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ആശയം ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം നിങ്ങൾ ശരിയാക്കി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. DPSP അഥവാ നിർദ്ദേശക തത്വങ്ങൾ. The directive principles are broadly classified into three broad categories. Which of the following is not a part of this classification? നിർദ്ദേശക തത്വങ്ങളെ മൂന്ന് ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ DPSP ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വളരെ വളരെ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു മാറുന്ന പാറ്റേണിൽ കേരള PSC ഒക്കെ ഈ പറഞ്ഞ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ RRBയിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? എന്തുമായിട്ട് ബന്ധപ്പെട്ട്? നിർദ്ദേശക തത്വങ്ങളായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് 4 പ്രസ്താവനകൾ കൊടുത്തിരിക്കുക, 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുക. ദേ ആർ ഓഫ് നെഗറ്റീവ് നേച്ചർ. നിർദ്ദേശക തത്വങ്ങൾ നെഗറ്റീവ് നേച്ചർ ഉള്ളവയാണ്, നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. 2, ദേ ഹാവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്. അത് മോറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, ഉപരോധങ്ങൾ അല്ലെങ്കിൽ എന്തിന്റെ പുറത്ത് ഏർപ്പെടുത്തുന്നു? ഈ പറയുന്ന സ്റ്റേറ്റിന്റെ പുറത്ത് ഏർപ്പെടുത്തുന്നവയാണ്. ദേ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് റിച്ച്. പണക്കാരുടെ ക്ഷേമത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ദേ ആർ പോസിറ്റീവ് ഇൻ നേച്ചർ. അവ പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തും? ഇത് ശരിയാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് എനിക്ക് ആദ്യം ഒന്ന് അറിയണം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, എയും ഡിയും ഒരുമിച്ച് വരില്ല. അത് ഉറപ്പല്ലേ? എയും ഡിയും എന്തായാലും ഒരുമിച്ച് വരില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനി സി ഓപ്ഷൻ നോക്കാം. ദേ പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് റിച്ച്. ധനികരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. അതെന്തൊരു പൊട്ട ഓപ്ഷനാണ് അല്ലേ? അപ്പോൾ സി തെറ്റാണ്. അത് ഉറപ്പിക്കാം നമുക്ക്, അല്ലെ? സി തെറ്റാണ്, നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. സി തെറ്റാണെങ്കിൽ സി വരുന്നതെല്ലാം നമുക്ക് കളഞ്ഞൂടെ? സി വരുന്ന 2 ഞാൻ കളഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ എ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദേസ് ആർ ഓഫ് നെഗറ്റീവ് നേച്ചർ. DPSP എന്ന് പറയുന്നത് നെഗറ്റീവ് നേച്ചർ ഉള്ള ഒരു സംഭവമാണോ? പിന്നെന്താ പറയുന്നത്? ദേ ഹാവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്. അത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പോൾ അതായത് ബി ശരിയാണ്. ഇനി എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. DPSP എന്ത് നേച്ചർ ഉള്ളവയാണ്? അത് പോസിറ്റീവ് നേച്ചർ ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്ഷൻ വരുന്ന ഏതാണ്? ബി ആൻഡ് ഡി ആണ്. അപ്പോൾ ഈ രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇനി വരുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചാലേ കാര്യം നടക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ പഠിക്കുമ്പോൾ വെറുതെ തത്തമ്മയെ പൂച്ച പോലെ കുറേ ആർട്ടിക്കിൾസ് ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് ഇനി പൊളിറ്റിയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അത് ഇത്തവണ തൊട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കി കാണാനായിട്ട് സാധിച്ചു. ഈ രീതിയിലുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, കുറച്ചുകൂടെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിവരയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 44 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അനുച്ഛേദം 44. അപ്പം 4 ഒരുപോലെ ഇരിക്കുന്നു, ഒരുമ, യൂണിഫോം സിവിൽ കോഡ്. ഇതാണ് നമ്മൾ കോഡ് ഇട്ട് പഠിച്ചത്. അടുത്ത്, ഹൗ മെനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വർ ആഡഡ് ഓർ അമെൻഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976? 1974 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അമെൻമെന്റുകൾ, എത്ര ഭേദഗതി വരുത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ഭേദഗതിയാണ് വരുത്തിയത്? 4. എല്ലാത്തൊരു ചോദ്യമായി പോയി അല്ലെ. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 76 വന്നു. അത് നിർദ്ദേശക തത്വങ്ങളെ ഭേദഗതി വരുത്തി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എത്ര ഭേദഗതി വരുത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 4. അപ്പൊ അടുത്തൊരു ചോദ്യം നോക്ക്. അല്ല, ഓക്കെ, ഈ ഇത്രയും ചോദ്യങ്ങൾ, ഈ 4-5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് DPSPയിൽ നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിന്റെ കൺസെപ്റ്റിലേക്ക് കടക്കാം. ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു മാർഗനിർദ്ദേശമാണ്. സർട്ടൻ ഗൈഡ് ലൈൻസ് ആർക്കുള്ളത്? എൻഷ്രൈൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ് 36 to 51. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിനകത്ത് കൊടുത്തിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 4ാമത്തെ ഭാഗത്തിനകത്താണ് ഉള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു മാനേജ് ദ ഗവേണൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണ സംവിധാനം സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 4ാമത്തെ ഭാഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് അവ. ഇനി, ദേ ഷോ ദ പാത്ത് ടുവേർഡ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ വെൽഫെയർ സ്റ്റേറ്റ്. ക്ഷേമ രാഷ്ട്രത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ്. നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ പൊളിറ്റിക്കൽ ഡെമോക്രസി. നമ്മൾ നേരത്തെ മൗലികാവകാശങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പുവരുത്തുക, റാദർ ദാൻ സാമൂഹികമോ സാമ്പത്തികമോ ആയിട്ടുള്ള ജനാധിപത്യത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഐഡിയ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. BR അംബേദ്കർ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു നോവൽ ഫീച്ചർ ആണ് എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ ആണ് എന്ന് പറഞ്ഞത് BR അംബേദ്കർ എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ടാണ്, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ടാണ്. ഇനി, they were enshrined in the Government of India Act 1935 as the instrument of instructions. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അടിവരയിട്ട് പഠിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിലവിൽ വന്ന സമയത്ത് അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന പേരിൽ കൊടുത്തിട്ടുള്ളത് ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രീകേഴ്സർ ആണ്, മുൻഗാമിയാണ്. ഞാൻ നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ ഇതുപോലെ ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രസ്താവനയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? മൗലിക അവകാശങ്ങളുടെ മുൻഗാമിയായിട്ട് കരുതിപ്പോരുന്നത് എന്താണെന്നാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ പറയുന്നത്? നെഹ്റു റിപ്പോർട്ട് അല്ലെ. നെഹ്റു റിപ്പോർട്ടിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ മുൻഗാമി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ 4ാമത്തെ ഭാഗത്തിലെ നിർദ്ദേശക തത്വങ്ങൾ അതിന്റെ മുൻഗാമിയായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് എവിടെയായിരിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കൃത്യമാണ്. 1945 സപ്രു കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി വെക്കുന്നു. ആ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അവകാശങ്ങളെ, ഇന്ത്യയിൽ ഒരു പൗരന് അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ 2 രീതിയിൽ സപ്രു കമ്മിറ്റി എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു, 2 രീതിയിൽ തരംതിരിക്കുന്നു. എന്താണ് അവ? ജസ്റ്റീഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ. കോടതിയിൽ പോയി നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതും നോൺ ജസ്റ്റീഷ്യബിൾ, ചോദ്യം ചെയ്യാൻ അങ്ങനെ ജസ്റ്റീഷ്യബിൾ അല്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങൾ. അപ്പോൾ ജസ്റ്റീഷ്യബിൾ റൈറ്റുകളാണ് അതിൽ എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 വഴിയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 വഴി നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റും. എന്നാൽ നോൺ ജസ്റ്റീഷ്യബിൾ, അത്തരത്തിൽ കോടതികളിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവകാശങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ അതെന്താണ്? നിർദ്ദേശങ്ങൾ, മാർഗരേഖകൾ മാത്രമാണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളർ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കി പഠിക്കാവുന്നതാണ്. ഒറ്റ പേജിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കളറുകളെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ നിർദ്ദേശക തത്വങ്ങളെ നമ്മൾ പൊതുവിൽ 3 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഉൾപ്പെടുന്നവ,
ഗാന്ധിയൻ ഐഡിയാസ് ഉൾപ്പെടുന്നവ, ലിബറൽ ഐഡിയാസിൽ പെടുന്നവ. അതിൻ്റെ മൂന്നും ഏതൊക്കെയാണെന്നും അതിൻ്റെ കളർ ഏതൊക്കെയാണെന്നുള്ള അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസിലും കൂടെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചു പോകണം. ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ആണിത്. ഫ്രീ ലീഗൽ എയ്ഡ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻസ് ഓഫ് പഞ്ചായത്ത് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി റിലീഫ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. വർക്കേഴ്സ് മാനേജ്മെന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് മുന്നേ ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത് ചോദിച്ചിരിക്കുന്നത് ആ ആർട്ടിക്കിൾ 21A, അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്ത് അമെൻഡ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 21-നകത്ത് അമെൻഡ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 45 എന്ന് പറയുന്ന ഭാഗത്തിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ഏതാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതിന് പുറമെ എൻവയോൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഈ ഒരു നിർദ്ദേശക തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വരുന്നത്. ഇത് ഇന്ദിരാഗാന്ധി അമെൻഡ് ചെയ്ത് കയറ്റിയതാണ് 48A എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അനുബന്ധിച്ചിട്ടുള്ള നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ചില സംഭവങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പോവുക. 3 രീതിയിൽ തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പഠിച്ചിരിക്കണം, ചോദിക്കും. ഓക്കെ. ഇനി അമെൻമെന്റുകൾ, ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഏതൊക്കെയാണ്, ഏത് ആർട്ടിക്കിളാണ്, ഏത് ഭേദഗതിയിലൂടെയാണെന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. 38(2) എന്ന് പറയുന്ന അമെൻമെന്റ് ആഡ് ചെയ്തു 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പോൾ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു അമെൻമെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും എണ്ണം 42-ലാണ്. ഈ 3 എണ്ണവും ഈ കാണുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ്. പിന്നീട് 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ 97-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചാണ് 43B, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 97-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ്. 86, 45 ഞാൻ ഓൾറെഡി പറഞ്ഞു, മോഡിഫൈ ചെയ്യാണ് ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാണ് ചെയ്തത്, ഇതാ ഇവിടെ 45 വയ്ക്കാൻ കാണാനായിട്ട് വരും. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇതൊരു നിർദ്ദേശകത്വമായിട്ട് മാറ്റി. അപ്പോൾ ഈ അമെൻമെന്റുകൾ, അപ്പോൾ എത്ര ഭേദഗതിയാണ് നിർദ്ദേശകത്വങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? 4 എണ്ണം. ഏതൊക്കെയാണ്? 42, 44, 86, 97. ഓക്കെ. അത് ഏതൊക്കെയാണെന്നും ഓരോ ഭേദഗതിയിൽ എത്ര ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്, ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. പഠിച്ചു വെക്കുക. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിർദ്ദേശകത്വങ്ങളുടെ പ്രത്യേകതകളിൽ വരുന്ന മറ്റ് ചില കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ ആണ്. നോട്ട് ബാക്ക്ഡ് വിത്ത് ലീഗൽ സാങ്ഷൻ, അതായത് നിയമപരമായിട്ട് ഇതിന് പ്രത്യേകിച്ച് പിൻബലമില്ല എന്നുള്ളതാണ് ഈ നോൺ ജസ്റ്റീഷ്യബിൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനകത്ത് ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, മൗലിക അവകാശങ്ങളെ സപ്ലിമെന്റ് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒന്നാണ്. ആൻഡ് ദേ ആർ പോസിറ്റീവ് ഇൻ നേച്ചർ. അവ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ഏതാനും കേസുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ചെമ്പകം ദൊരൈരാജന്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിനകത്ത് പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് സ്റ്റേറ്റ് ദാറ്റ് DPSP ആർ സബ്സിഡറി ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുടെ താഴെയാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന് സുപ്രീം കോടതി ഏത് കേസിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ഏത് കേസിലാണ്? ചെമ്പകം ദൊരൈരാജൻ കേസിലാണ്. ഗോലക്നാഥ് കേസിൽ 1967 വരുമ്പോൾ ഒരു പ്രസ്താവന കൂടെ ഇറക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഭേദഗതി വരുത്താനായിട്ട് പറ്റില്ല. ബൈ എനി ആക്ട് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന് ഭേദഗതി വരുത്താൻ പറ്റില്ല. ഈവൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് DPSPയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടി പോലും, അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലും മൗലിക അവകാശങ്ങളെ ഭേദഗതി വരുത്താൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച കേസ് ഏതെന്ന് ചോദിച്ചാൽ ഗോലക്നാഥ് കേസ്. ഇതെല്ലാം പിന്നീട് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അവസാന ഭാഗത്ത് ഞാനൊരു ടേബിൾ കാണിച്ചില്ലേ, ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറയുന്നു, പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 31C which provided immunity to laws giving effect to DPSP was declared null and void. 31C എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഒരു ഭാഗം, ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. ഇന്ദിരാഗാന്ധി ചെയ്തതാണ്. ആ അഡീഷനിൽ 31C ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ഇമ്മ്യൂണിറ്റി ടു ലോ. എന്തിനു വേണ്ടി? ഗിവിംഗ് എഫക്ട് ടു DPSP. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങളെ എന്ത് ചെയ്യാം, ഭേദഗതി വരുത്താം. അങ്ങനെ വരുത്തുന്നത് എന്തല്ല,
ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം പിടിച്ച സംഭവമല്ല എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഗോലക്നാഥ് കേസിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു. കേശവാനന്ദ ഭാരതി കേസ് വന്നിട്ട് പറഞ്ഞു, അതെ, ആർട്ടിക്കിൾ 31 ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, അത് തെറ്റാണ്, അത് നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് പറഞ്ഞു. മിനർവ മിൽ കേസിനകത്ത് എന്ത് പറഞ്ഞു? മിനർവ മിൽ കേസിൽ നമ്മുടെ ചമ്പകം ദൊരൈരാജൻ കേസിൽ നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങളുടെ താഴെയാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി മിനർവ മിൽ കേസ് 980 എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കോടതിയുടെ നിരീക്ഷണം പാടെ മാറി. കോടതി പറയുന്നത് എന്താണ്? ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളുടെയും ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ തട്ടിൽ വെച്ച് അളക്കാൻ മാത്രം ഉള്ളവയാണ് എന്നുള്ള രീതിയിൽ DPSPയെ കുറച്ചുകൂടെ ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിനർവ മിൽ കേസ് വർഷം 980. ഞാൻ ഇതൊക്കെ പഠിപ്പിക്കാൻ കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ RRB പോയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലെ ഡയലോഗാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഡയലോഗല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഡയലോഗാണ്. നമ്മുടെ അറബിക്കഥ എന്ന് പറയുന്ന പടത്തിനകത്ത് ശ്രീനിവാസന്റെ ആ ക്ലൈമാക്സ് രംഗം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര കുട്ടികൾ അത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കണ്ടു കാണുന്ന പടമായിരിക്കും. കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ലാത്ത പടമായിരിക്കും. കാണേണ്ട ഒരു പടമാണ്, ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. അപ്പോൾ അതിനകത്ത് അവസാനം ഒരു ഡയലോഗുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒന്നും അവിടെ എവിടെയും എടുത്ത് പറയുന്നില്ല. ശ്രീനിവാസന്റെ ഡയലോഗ് ഇങ്ങനെയാണ്: കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഡയലോഗാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു തലമുറ. നമ്മളെല്ലാവരും ആ തലമുറയുടെ ഭാഗമാണ്. ഞാൻ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ആ തലമുറയുടെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്, അല്ലേ? നമുക്ക് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അടുത്ത് പോലീസുകാരോ നമ്മുടെ മുതിർന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഒരു അവകാശത്തെ ഹനിക്കാൻ വന്നാൽ അത് ചോദ്യം ചെയ്യാനായിട്ടും നമുക്ക് 100 നാക്കാണെന്ന് പറയാം. അതേസമയം നമുക്ക് എന്തുണ്ട്? കടമകളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വിസ്മരിക്കുന്നു. എന്നാൽ അങ്ങനെ വിസ്മരിക്കപ്പെടേണ്ട ഒന്നല്ല കടമകളെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെ. നമുക്ക് മൗലികമായ അവകാശങ്ങളുള്ള പോലെ തന്നെ നമുക്ക് എന്തുണ്ട്? മൗലികമായ കടമകളും ഉണ്ട്. ഈ രാജ്യത്തോട്, ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചില കടപ്പാടുകളുണ്ട്, ചില കടമകളുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. Which committee had proposed the fine or punishment for non-compliance of fundamental duties? മൗലിക കടമകൾ അത് പാലിക്കാത്തിടത്തോളം അവനെ ശിക്ഷിക്കുകയോ അവൻ്റെ മുകളിൽ ഫൈൻ അടയ്ക്കുകയോ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഏത് കമ്മിറ്റി നിർദ്ദേശമാണ്, ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് കമ്മിറ്റിയാണ്? ഫെറൻസിംഗ് കമ്മിറ്റിയാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് മൗലിക കടമ അല്ലാത്തത്? പബ്ലിക് പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത്, പ്രൊമോട്ടിംഗ് ദ ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്, ടു ഫോളോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ്, വോട്ടിംഗ് ഇൻ പബ്ലിക് ഇലക്ഷൻ. നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ മൗലിക കടമയായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. 11ാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ dash and not enforceable by law but are taken into account by the courts while adjudicating any matter. മൗലിക കടമകൾ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. അതിന് നിയമത്തിന്റെ പിൻബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്നാണ് പറയുന്നത്. ഇനി മൗലിക കടമകൾ ഏത് ആർട്ടിക്കിളിനകത്താണ് അടങ്ങിയിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 51A അല്ലേ? അപ്പോൾ അത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്കിനി മൗലിക കടമകളുടെ ഒരു ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കഥാപാത്രങ്ങളും ചരിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒറിജിനലി ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് കണ്ടെയ്ൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. However, their need and necessity were felt during the operation of internal emergency. അടിയന്തരാവസ്ഥ കാലത്ത് അത്തരത്തിലൊരു മൗലിക കടമകളുടെ ആവശ്യകത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കുന്നു. 976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. അദ്ദേഹം മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് റെക്കമെൻഡേഷൻസ് തരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി മൗലിക കടമകളുടെ പ്രത്യേകത എന്താണ്? നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ ഇതിനും നിയമപരമായിട്ടുള്ള പിൻബലമില്ല. ദേ ആർ നോട്ട് ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലിക്കബിലിറ്റി. മൗലിക കടമകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരെ
പൗരന്മാർ മാത്രം പാലിക്കേണ്ട ഒരു സംഭവമാണ്. വിദേശീയർ ഇത് പാലിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയും ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ വിദേശീയർ മൗലിക കടമ പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് നമ്മുടെ ദേശീയ ഗാനത്തെയോ ദേശീയ സിംബലിനെയോ ദേശീയ ഫ്ലാഗിനെയോ ദേശീയ പതാകയോ ഈ പറയുന്ന പോലെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ അപമാനകരമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് എന്ത് ചെയ്യും, അവരെ നേരിടാനുള്ള അധികാരം നമുക്കുണ്ട്. ആൻഡ് ഡിറൈവ്ഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി erstwhile സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ നമുക്കറിയാവുന്നതാണ് 1971 യുദ്ധത്തിലൊക്കെ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഐക്യം ഭയങ്കരമായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആമുഖമായിട്ട് പഠിച്ചു വെക്കുക. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു, സർദാർ സുരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ഭാഗം 4A എന്ന് പറഞ്ഞുകൊണ്ട് 51A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് 10ഓളം മൗലിക കടമകൾ ആഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം പഠിച്ചു വെക്കേണ്ട ഫാക്റ്റുകളാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി, 51A ആർട്ടിക്കിള്, 10 മൗലിക കടമകൾ, പുതിയ പാർട്ട് ആഡ് ചെയ്തു, പാർട്ട് 4A. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് through the Suran Singh Committee, the Suran Singh Committee recommended the incorporation of 8 fundamental duties. Suran Singh Committee 8 മൗലിക കടമകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. 2 കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇന്ദിരാഗാന്ധി 10 എന്ത് ചെയ്തത്, നമുക്കിട്ടൊരു പണി തന്നത് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവകാശങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ അവകാശങ്ങളെ പറ്റി സംസാരിക്കുക തന്നെ വേണം. പക്ഷേ നിങ്ങൾക്ക് ഒരു കടമയും കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി തന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിന്റെ ക്ലാസ്സിനകത്ത് ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇത്തവണത്തെ കേരള PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നടത്തിയിട്ടുള്ള കേരള PSCയുടെ phase 1 മറ്റോ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് എന്ന്. ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ. വർമ്മ കമ്മിറ്റി. വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത് പിന്നീട് സുരൺ സിംഗ് കമ്മിറ്റിക്ക് ശേഷം ഒരു 10-20 വർഷത്തിന് ശേഷം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 1999 ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. എന്തിനാണ് അതിനെ അപ്പോയിന്റ് ചെയ്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നേരെ ജനങ്ങൾക്ക് അത് എന്തിനാണ് ഈ ഡ്യൂട്ടി എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി. ഇറ്റ് ഐഡന്റിഫൈഡ് സം ലീഗൽ പ്രൊവിഷൻ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കടമകളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചില നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നത് നല്ലതാണ് എന്ന് ആര് പറഞ്ഞു? വർമ്മ കമ്മിറ്റി പറഞ്ഞു. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ. രാജ്യത്തിന് ഈ പറയുന്ന പോലെ മോശമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പെരുമാറുന്നത്. ലോസ് വിച്ച് പീനലൈസ് ഫോർ പ്രൊമോട്ടിംഗ് എനിമിറ്റി. ശത്രുത വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. അതുപോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള നിയമങ്ങളെയൊക്കെ പോലെ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഈ രീതിയിൽ ചില നിയമങ്ങളുടെ പിൻബലത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എൻഫോഴ്സ് ചെയ്യണം എന്ന് വർമ്മ കമ്മിറ്റി പറഞ്ഞു. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തു? ഒരു ഭേദഗതി കൂടെ വരുത്തി, ഒരു ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്തു. എന്താണ് ആ ഡ്യൂട്ടി? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ഓർ ഹെർ ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. ആർട്ടിക്കിൾ 21A പോലെ, ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തിയ പോലെ, ആർട്ടിക്കിൾ 51A 11ാമത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ട് എന്തുകൊണ്ടുവന്നു? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു മൗലിക കടമയാണ് എന്ന് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാനൊരു കോഡ് സെറ്റ് ചെയ്തിട്ട് ആ 11 കടമകളെ ഇവിടെ വെച്ചിട്ടുണ്ട്. 11 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഏത് പാർട്ടാണ്? പാർട്ട് 4A, ആർട്ടിക്കിൾ 51A. അതിനകത്ത് 11 ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ A തൊട്ട് K വരെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബൈഡ് എന്ന് പറഞ്ഞ വാക്കാണ് ഓർത്തിരിക്കേണ്ടത്. എബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയോട് വിധേയപ്പെട്ട് അതിനെ അനുസരിച്ച് ജീവിക്കുക. അതാണ് 1ാമത്തെ കടമയായിട്ട് പറയുന്നത്. ബി എന്ന് പറയുമ്പോൾ ബാപ്പുജി ആരാണ്? ഗാന്ധിജി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ ആദരിച്ചു വരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ പൂർവികർ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എന്ത് ചെയ്യണം? അവരുടെ ഐഡിയൽസ്, അവരുടെ മൂല്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതാണ് ബിയിൽ പറയുന്നത്. സി ഫോർ സെന്റർ എന്നോ കൺസോളിഡേറ്റ് എന്നോ നമുക്ക് ഉറപ്പിക്കാം. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം എന്നാണ് പറയുന്നത്.
ഡി ഫോർ ഡിഫെൻഡ്. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് എന്ന് പറയുന്നു. ഇ ഫോർ ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹാർമണി, സൗഹാർദ്ദം ജനങ്ങളുടെ ഇടയിൽ വളർത്തണമെന്നാണ് പറയുന്നത്. എഫ് ഫോർ ഫോർട്ട്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, അല്ലെ, കോട്ട. അപ്പൊ കോട്ട കെട്ടി സംരക്ഷിക്കുക. എന്ത്? നമ്മുടെ രാജ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ പാരമ്പര്യത്തെ, അതിന്റെ കൾച്ചറിനെ, അതിന്റെ സംസ്കാരത്തെ എന്ത് ചെയ്യുക, കോട്ട കെട്ടി സംരക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. ജി ഫോർ ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുമ്പോൾ പച്ചപ്പ്, പ്രകൃതി. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. എച്ച് ഫോർ ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ടെമ്പർ, അല്ലെ, ശാസ്ത്രീയ അവബോധം വളർത്തുക, ഹ്യൂമനിസം തുടങ്ങിയ ആശയങ്ങളെയൊക്കെ മുറുകെ പിടിക്കുക എന്ന് അതൊരു മൗലിക കടമയാണെന്നും പറഞ്ഞതാണ് ആർട്ടിക്കിൾ 51A എച്ച്. ഐനെ EYI, കണ്ണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. എന്തിന്റെ മുകളിൽ കണ്ണ് വേണ്ടേ? പബ്ലിക് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരു കണ്ണ് വേണം. പബ്ലിക് പ്രോപ്പർട്ടിയുടെ മുകളിൽ കണ്ണ് വേണമെന്ന് എന്തിനാണ്? അത് അടിച്ചു മാറ്റാനല്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. പബ്ലിക് പ്രോപ്പർട്ടിയെ എന്ത് ചെയ്യണം? നിങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ കടമയ്ക്കുണ്ടെന്നാണ്, ഓരോ പൗരനുണ്ടെന്നാണ് പറയുന്നത്. സംരക്ഷിക്കേണ്ടത് ഓരോ പൗരനെയും കടമയാണെന്നാണ് പറയുന്നത്. ജെ ഫോർ ജയം. ജയം എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ കഴിവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ആ കഴിവുകളുള്ള മേഖലയിൽ എക്സൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തോട് ചെയ്യേണ്ട ഒരു നീതിയാണ്, കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട 11ാമത്തെ ഭരണഘടന, 11ാമത്തെ എന്താണ്, കടമയാണ്, മൗലിക കടമയാണ്. അത് കെ എന്ന് പറയുമ്പോൾ 11. കിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പോൾ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഈ പറയുന്ന എന്താണ് 11ാമത്തെ കടമ നമ്മുടെ അടുത്ത് പറയുന്നത്. ഇത്രയുമാണ് മൗലിക കടമകളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ റിവിഷൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുകളായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള സ്ലൈഡുകളായിരിക്കും. ഈ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നോട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ലൈഡുകളിൽ നിങ്ങൾ പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഇൻപുട്ടുകൾ എഴുതി ചേർത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ റിവിഷൻ സീരീസ് 1ാമത്തെ ക്ലാസ് തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പകുതി വഴിയിൽ കയറിയവരാണെന്നുണ്ടെങ്കിലും അത് പകുതി വഴിയിൽ മതിയാക്കാതെ ഒന്നേ തുടങ്ങി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് നോക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ റിവിഷൻ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകൾ, നമ്മൾ തരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ അറിയിക്കുക തന്നെ വേണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, ഇതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടുന്നു, അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി നല്ല കണ്ടന്റുകൾ തരാൻ ഞങ്ങളും എന്ത് ചെയ്യും, എനർജറ്റിക് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.